പ്രിയമുള്ളവർ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ക്വിസറാവാൻ കഴിയും. മത്സര പരീക്ഷകളിലും അതുപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ക്വിസ് കോമ്പറ്റീഷൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ തയ്യാറാവുക? അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ഞാൻ കണ്ടത് കുട്ടികൾക്ക് വേണ്ടത്ര ധാരണയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ അവർക്കിപ്പോഴും പഴയ രീതിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡൻ്റ് ആര്, പ്രധാനമന്ത്രി ആര്, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്, ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് അവർ പ്രതീക്ഷിക്കുക. അപ്പോൾ ചില ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്നതും ചിലത് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയാത്തതും, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് ബൗൺസിങ് ഒക്കെ വന്നതിന് ശേഷം കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു നല്ല ക്വിസറാവാൻ നമുക്കൊരുപാട് പരിശീലനം ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്കൊരു നല്ല ക്വിസറാവാം, ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഒരു ക്വിസർക്ക് ആദ്യം വേണ്ട കാര്യം നല്ല പ്രിപ്പറേഷനാണ്. A good quizzer is thoroughly prepared for the quiz. The next one, a good quizzer is very confident and also very comfortable in front of the audience and also in front of the quiz master. That is also very important, very paramount and very prominent while you are attending a quiz competition. അപ്പോൾ അത്തരത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷൻ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതൽ ആയിരിക്കണം. പിന്നെ മറ്റൊന്ന് വേണ്ടത് വളരെ ബ്രോഡായിട്ടുള്ള നോളജാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളുടെ PSC പരീക്ഷയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ള പരീക്ഷകൾക്ക് പോകുന്ന കുട്ടികളുടെ പ്രശ്നവും ഇത് തന്നെയാണ്. അവർക്ക് അതിനെക്കുറിച്ചൊരു ബ്രോഡ് നോളജ് ഇല്ല. അപ്പോൾ അവർ ഇവരുടെ ക്യാപ്സൂൾ ഫോമിലേക്കാണ് അതിനെ പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുഡ് ക്വിസർ ഹാസ് എ വെരി ബ്രോഡ് നോളജ് ബേസ് ആൻഡ് ക്യാൻ മേക്ക് ദ കണക്ഷൻസ് ബിറ്റ്വീൻ വാട്ട് ദ ലേൺ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് അവർക്കില്ലാത്തത് കൊണ്ട് ഈ ക്യാപ്സൂളായിട്ടുള്ള ആ സാധനം മാത്രമേ അറിയത്തുള്ളൂ. അതിന് മെച്ചപ്പെട്ട എക്സാമ്പിൾ ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് PSC പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യനിൽ മലയാളം പോർഷനിൽ വന്നത്, അത് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നതിന് പകരം പൊട്ടി ശ്രീരാമലു. അതായത് ആ PUTTY എന്നുള്ളതിനെ ഒരു മലയാളത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത ആ ഒരു ആൾ എടുത്തത് പൊട്ടി എന്നാണ് വായിച്ചത്, പോറ്റി എന്നുള്ളതിന് പകരം. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? കാരണം അയാൾക്ക് പോറ്റി ശ്രീരാമലു ആരാണെന്ന് അറിയില്ല, ആ ഒരു ബ്രോഡായിട്ടുള്ള നോളജ് അയാൾക്കില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യം ഇടാൻ അയാൾ തയ്യാറായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ബ്രോഡായിട്ടുള്ള നോളജുള്ള ഒരാൾ ഒരിക്കലും അത് പൊട്ടിയായിട്ട് ക്ലിയർ ചെയ്യില്ല, അത് പോറ്റിയായിട്ട് തന്നെ ക്ലിയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വളരെ ബ്രോഡായിട്ടുള്ള നോളജ് ഉണ്ടാവണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വളരെ ഗൂഗിളും മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അയാളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കി വയ്ക്കാം, അയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ആ ക്യാപ്സൂൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നോളജ് ഇറ്റ് ഷുഡ് ബി വെരി വോസ്റ്റ് ആൻഡ് ആൾസോ വെരി ബേസ് ദാറ്റ് ക്യാൻ മേക്ക് കണക്ഷൻസ് ബിറ്റ്വീൻ വാട്ട് യു ഓർ ദേ ലേൺ. അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. പിന്നെ മറ്റൊന്നാണ് യു ഷെയറിങ് ദ നോളജ്. അപ്പോൾ ഓൾവേസ് എ ഗുഡ് ക്വിസർ ഷെയർസ് വാട്ട് ദ ലേൺ വിത്ത് അതേഴ്സ് and also turn those learning into questions. That is a very important thing. And it turns those learning into questions and keep with you, share with others. It is very important. It improves your memory and it gives a good base to your knowledge. So share things with others. That is very important. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് വേണ്ടത് ക്യൂരിയോസിറ്റിയാണ്. ഒരു ഗുഡ് ക്വിസർക്ക് എപ്പോഴും നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാവണം. That's a very most important trait of a quizzer. A good news is a very young man's likely you are inquisitively by nature. Then only you can become a very good quizzer. നിങ്ങൾ വളരെ ഇൻക്വിസിറ്റീവ് ആയിരിക്കണം. അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു ത്വര നിങ്ങളിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ക്വിസറാവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അല്ലാതെ നിങ്ങളൊരു സീസൺ ആകുമ്പോൾ ഇതിന് പരീക്ഷയ്ക്ക് പോകുന്ന പരിശീലനമില്ലാത്ത ഒരു ക്വിസറാവരുത്. അത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ ഒരു ഇൻക്യൂസിറ്റീവ്നെസ് നിങ്ങൾക്കതിൽ ഉണ്ടാവണം, ക്യൂരിയോസിറ്റിയോടൊപ്പം തന്നെ.
അപ്പോൾ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഒരു റിസ്ക് ടേക്കിംഗ് ടെൻഡൻസി ഉണ്ടാകും എപ്പോഴും. അപ്പോൾ ടേക്കിംഗ് റിസ്ക് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റൈറ്റ് അബ്സർഡ് ഇൻ എ ഗ്രേറ്റ് ക്യൂസർ. അതും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ട സാധനമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഇത് പ്ലേ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ബഡിങ് ക്യൂസർക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം എത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ കഴിയും, ചിലപ്പോൾ ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലോജിക്കൽ റീസണിങ്ങിലൂടെ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാൻ കഴിയണം. മൈനസ് മാർക്ക് അവിടെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, പ്രത്യേകിച്ചും ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആകുമ്പോൾ അതിന് കൂടുതൽ മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു ലോജിക്കൽ റീസണിങ്ങിലൂടെ നിങ്ങൾ അതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോകാൻ ശ്രമിക്കണം. അല്ലാതെ പെട്ടെന്ന് പാസ് എന്ന് പറഞ്ഞു കളയരുത്. അപ്പോൾ ചില പ്രദേശങ്ങളിലെ ചില ആൾക്കാരുടെ പേരുകൾ ഒരു പ്രത്യേക രീതിയിൽ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കത് വെച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ചില ഫോബിയകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എയിലൂറോ എന്ന് കേൾക്കുമ്പോൾ എയിലൂറോ ഇസ് കണക്ഷൻ വിത്ത് കാറ്റ്സ്. അപ്പോൾ ഫോബിയ, അപ്പോൾ എയിലൂറോ ഫോബിയ. അപ്പോൾ നിങ്ങൾക്കതിലൊരു ഗസ്സിങ്ങിലേക്ക് പോകാൻ കഴിയും. ചുമ്മാ ഗസ് ചെയ്തേക്കണം. ഇതുപോലെയുള്ള ഗസ്സിങ്ങിലുണ്ടാവണം. എ മോബിഡ് ഫിയർ ടു കാറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ നോ മോ ഫോബിയ, മൊബൈലുകളോടുള്ള അമിതമായ പേടിയാണ് നോ മോ ഫോബിയ, നോ മൊബൈൽ ഫോബിയ എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് ഒരു ലോജിക്കൽ റീസൺ, നോ മോ ഫോബിയ, നോ മൊബൈൽ ഫോബിയ. അപ്പോൾ ഇതിനെ ഒരു ഗസ്സിങ്ങിലൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത്തരത്തിൽ ചില ഗസ്സിങ്ങുകളിലൂടെ ഉത്തരങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു ലോജിക്കൽ റീസണിങ്, അതിന് ട്രൈ ടു ആൻസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ലോജിക്കൽ റീസണിങ്. അതിന് ആൻഡ് ആൾസോ എ ഗസ് വർക്ക് മൈ ഡു ദ ട്രിക്ക്. ചിലപ്പോൾ അതിനെ ഒന്ന് ഗസ് ചെയ്തേക്കണം. വളരെ പെട്ടെന്ന് പാസ് എന്ന് പറയാതെ. പിന്നെ അത് ക്വിസറുടെ ഒരു നല്ല ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ചും പൗൺസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കളയരുത്. നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അറേഞ്ച് യു ഫൺ ഷോർട്ട് ഹോം ക്വിസ് സെഷൻസ് വിത്ത് യുവർ പേരൻസ്, യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ സിബ്ലിങ്സ്. കേട്ടോ, ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു. then home quiz sessions with your parents and siblings they make your knowledge very broad and vast. അപ്പോൾ you don't try to pass the questions, you try to answer as the same as in a quiz competition. The time, don't forget that one. The aim is to simply allow yourself to answer the question for the thrill of participation. This can help you to stick to the trial and error method while becoming a seasoned quizzer. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം. അതിന് അവർക്കറിയാമെന്ന് ചെക്ക് ചെയ്യാം. മറ്റുള്ള ആൾക്കാരോട് ചോദിക്കാം. അവർക്കറിയാവുന്നത് നിങ്ങളോട് ചോദിക്കാൻ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ നിലവാരം വളരെ കൂടും. അപ്പോൾ അത്തരത്തിലുള്ള ക്വിസുകൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കിട്ടിയാലും നമ്മുടെ മുമ്പിൽ ഉള്ളതിൻ്റെ ഒരു വിഷ്വൽ പിക്ചർ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പം ഒരു വിഷ്വൽ, ഞാൻ അടുത്ത കാലത്ത് ക്വിസ് കോമ്പറ്റീഷൻ ഒരു വിഷ്വൽ കാണിച്ചിരുന്നു. അത് നമ്മുടെ പ്രധാനമന്ത്രി ഗയാന എന്ന് പറയുന്ന പ്ലേസിൽ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റുമായിട്ട് ഇതിന് നല്ല പ്ലാന്റിന് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഒരു പിക്ചർ ഞാൻ അവരെ കാണിച്ചിട്ട് ചോദിച്ചു, ഐഡൻറ്റിഫൈ ദ പേഴ്സൺ വിത്ത് നരേന്ദ്രമോദി. കുട്ടികൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു വിഷ്വൽ, ഒരു പ്രധാനപ്പെട്ട പത്രത്തിലൊരു വിഷ്വൽ വന്നാൽ പോലും ആ വിഷ്വലിലുള്ളത് ആരാണ് എന്ന് നോക്കി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നു പോകും. നല്ല ക്വിസറാണെങ്കിലും യു ഷുഡ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ അതാരാണ്, പ്രധാനമന്ത്രി എവിടെയാണ് പോയത്, ആ കൺട്രിയുടെ തലസ്ഥാനം, ആ കൺട്രിയുടെ ഡീറ്റെയിൽസ്, ഇതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യണം. ആ പ്രസിഡൻറ്റിൻ്റെ ആ കൂട്ടത്തിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ പിക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ പിക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അതുപോലെയല്ല ഫോറിൻ കൺട്രീസിൽ. ആ ഫോറിൻ കൺട്രീസിൽ പോകുമ്പോൾ എവിടെയൊക്കെയാണ് പോയത്, അത് വിസിറ്റ് ചെയ്ത പ്രധാനപ്പെട്ട മോണുമെൻറ്റ്സ്, പ്രധാനപ്പെട്ട പ്ലേസസ്, അതിൻ്റെയൊക്കെ പിക്ചറുകൾ, ആ പ്രധാനപ്പെട്ട അവിടെയുള്ള ഒഫീഷ്യൽസ്, അവിടെയുള്ള പിക്ചറുകളും ഒക്കെ വിഷ്വൽസായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ക്വസ്റ്റ്യൻസിനും എവരിവെയർ then you can then face visual problems and visual questions. So then you should keep it should be stick to your mind, stick to your mind the person's picture, and that the visual form of that those one should be in your mind. Then you can answer very simply.
അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു കാര്യം ഇവിടെ ചെയ്തു വയ്ക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത്, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നിങ്ങളെപ്പോഴും നല്ല മെമ്മറി ഉള്ളവരായിരിക്കും. കേട്ടോ, പീപ്പിൾ അത് ഓൾവേസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് മെമ്മറി. നിങ്ങളുടെ മെമ്മറിയാണ് അവിടെ ചെക്ക് ചെയ്യപ്പെടുക. ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുന്നു, ഈ ക്വിസ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിയുള്ളവരുടെ കലയൊന്നുമല്ല. ഇതിനെ ഇറ്റ് ഈസ് നോട്ട് എ ബ്രെയിനർ, ഒരു ബ്രെയിൻ ടീസർ മാത്രമാണിത്. കേട്ടോ, ഒരു അതിഭയങ്കരനായ ബുദ്ധിശക്തിയുള്ള ഒരു മനുഷ്യനാണ് ഈ ക്വിസൊക്കെ ജയിക്കുന്നത് എന്നുള്ള ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞേക്കണം. ബ്രെയിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ബ്രെയിൻ്റെ ഒരു പാർട്ടിലുള്ള മെമ്മറി മാത്രം ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അവിടെ ഒരു ബ്രെയിനർ ആയിട്ട് നിങ്ങളതിനെ എടുത്ത് കളയുകയും ചെയ്യരുത്. അത് തന്നെ ഇൻ്റലിജൻസ് ആണെന്നും ഞാൻ പറയില്ല. അത് വളരെ ഇൻ്റലിജൻ്റ് ആണെന്ന് ഒരു സംഗതി ഒന്നുമല്ല. ഇൻ്റലിജൻസ് ഇതൊന്നുമല്ല. അപ്പോൾ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മെമ്മറി റിട്ടൻഷൻ കപ്പാസിറ്റി, നിങ്ങളുടെ ബ്രെയിനിൻ്റെ റിട്ടൻഷൻ കപ്പാസിറ്റി ഷാൽ ബി ചെക്ക്ഡ്. കേട്ടോ, അപ്പോൾ പീപ്പിൾ ഹാവ് ബീൻ ക്വിസിങ് ഫോർ ഇയേഴ്സ് വിൽ സെർട്ടൻലി നോ മോർ ദാൻ ആൻ ആവറേജ് പേഴ്സൺ. അഗൈൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ബ്രെയിനറല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, മോർ യു the kiss with their mind, the sharper your memory gets. No wonder they are blessed with an enviable retention capacity. An enviable retention capacity you should maintain throughout if you are a good kisser. നിങ്ങളുടെ റിട്ടൻഷൻ കപ്പാസിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടില്ല കുട്ടിക്കാലത്തൊക്കെ മെമ്മറി റിട്ടൻഷൻ ടെസ്റ്റ്, നിങ്ങൾ എത്ര സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, ഇതൊക്കെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, യു ക്യാൻ ഡെഫിനറ്റ്ലി ബിക്കം എ ക്വിസർ ബൈ ഐഡൻറ്റിഫൈങ് ദോസ് തിങ്സ് വിത്ത് യുവർ റിട്ടൻഷൻ കപ്പാസിറ്റി. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നല്ലൊരു ഡയറിയിൽ നിങ്ങളിതൊക്കെ നോട്ട് ചെയ്യുക. യു വുഡ് റെക്കോർഡ്, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ എഴുതി സൂക്ഷിക്കുക. അതിൻ്റെ പിക്ചറുകളൊക്കെ വെട്ടിയെടുത്ത് സൂക്ഷിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.